Yes, welcome to the third session of magnetism. Today we are discussing effective magnetic moment. അപ്പോൾ ഓൾറെഡി മാഗ്നറ്റിക് മൊമെൻറ്റ് എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ ബാർ മാഗ്നറ്റ് M is equal to P into 12 where P is the pole strength, 12 is the separation between the poles പറഞ്ഞല്ലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെൻറ്റ് നോക്കൂ. 2 ബാർ മാഗ്നറ്റ്സ്, മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എവിടേക്കാം? സൗത്തിൽ നോർത്തിലോട്ട്, സൗത്ത് ടു നോർത്ത്. ഇപ്പോൾ ഇവൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് M1 എന്നും ഇവൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് M2 എന്നും എടുക്കാം. ദി ആർ ആക്ടിങ് അറ്റ് എൻ ആംഗിൾ തീറ്റ. ഇവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ. അപ്പം മാഗ്നറ്റ്സ് തമ്മിലുള്ള ആംഗിൾ അല്ല തീറ്റ. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ്. ഓക്കെ, ദെൻ എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടാൻ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഓർമ്മയില്ലേ? ലോ ഓഫ് കൊസൈൻസ്. നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് എം നെറ്റ്. എന്താ ഇക്വേഷൻ നിങ്ങൾ പറയൂ? എം നെറ്റ്. നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്ടർ ആയതുകൊണ്ട് എം നെറ്റ് ഈസ് ഈക്വൽ ടു വെക്ടോറിയൽ ആഡ് ചെയ്യണം M1 + M2. മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ ലോ ഓഫ് കൊസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. √M1² + M2² + 2M1 M2 cos theta where theta is the angle between their magnetic moments അല്ലേ. ദെൻ ഒരു ഇക്വേഷനും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇഫ് M1 = M2 = M ആണെന്ന് വിചാരിക്കൂ. അതായത് ദിസ് ഈസ് ദ കേസ് വെൻ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആർ ഡിഫറൻറ്റ്. സപ്പോസ് രണ്ട് പേരുടെയും മാഗ്നറ്റിക് മൊമെൻറ്റ് സെയിം M, പക്ഷെ ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്, ലൈക്ക് ദിസ്. അങ്ങനെയാണെങ്കിൽ M നെറ്റ് ഈസ് ഈക്വൽ ടു, അതും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്, √ എന്ത് വരും? M² + M² + 2 × M × M 2M² cos theta. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ M നെറ്റ് ഈസ് ഈക്വൽ ടു √2M² × 1 + cos theta എന്ന് വരും. ഇത് നമുക്കൊന്ന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് 2M² ട്രിഗണോമെട്രിക്കലി 1 + cos theta ഈസ് 2 cos² θ/2 എന്ന് എഴുതാം. റൂട്ട് എടുത്താൽ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് M നെറ്റ് ഈസ് ഈക്വൽ ടു 2M cos θ/2. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. ഈ ഇക്വേഷൻ എപ്പോൾ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? രണ്ട് മാഗ്നറ്റുകളുടെയും മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ മാഗ്നറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ. ഡയറക്ഷൻ ഡിഫറൻ്റ് ആവാം, നോ മാറ്റർ കേട്ടോ. അപ്പോൾ M നെറ്റ് ഈസ് ഈക്വൽ 2M cos θ/2 ഈസ് അപ്ലിക്കബിൾ ഓൺലി വെൻ മാഗ്നറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആർ ഈക്വൽ. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഓർമ്മിക്കണം കേട്ടോ. പുതിയ ഇക്വേഷനൊന്നുമല്ല, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള വെക്ടർ സമ്മിൻ്റെ ഇക്വേഷൻ ഓർമ്മിക്കണം. കാരണം മാഗ്നറ്റിക് മൊമെൻ്റ് ഒരു വെക്ടറാണ്. ഓക്കെ, ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന 1-2 പ്രോബ്ലംസ് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ. സെയിം M1, രണ്ടുപേരുടെയും മാഗ്നറ്റിക് മൊമെൻറ്റ് നമുക്ക് ഈക്വൽ ആക്കി എടുക്കാം. M1 = M, M2 = M, ആംഗിൾ തീറ്റ. അപ്പോൾ തീറ്റ 0 ഡിഗ്രി, തീറ്റ = 0 ഡിഗ്രി. തീറ്റ 0 എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെയും മൊമെൻറ്റുകൾ ഒരേ ഡയറക്ഷൻ വരും. രണ്ടുപേരും കൂടെ ചേർത്ത് വെച്ചു, സൗത്ത് നോർത്ത്, സൗത്ത് നോർത്ത്. രണ്ട് പേരുടെയും മൊമെൻറ്റുകൾ ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ എന്താ കിട്ടുക നിങ്ങൾക്ക്? നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 2M cos θ/2 എന്നല്ലേ. വെക്ടർ സം ചോദിച്ചാൽ വെക്ടർ M1 + വെക്ടർ M2. മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ ഇവിടെ എന്ത് വരും? 2M എന്ന് വരും. കാരണം 2M cos θ/2. നിങ്ങൾക്കറിയാം തീറ്റയുടെ വാല്യൂ രണ്ട് പേരുടെയും മൊമെൻറ്റ് ഒരേ ഡയറക്ഷൻ വന്നാൽ cos 0 1 ആയി. ഇപ്പം നെറ്റ് മൊമെൻറ്റ് ഈസ് ഈക്വൽ 2M എന്ന് വരും. അപ്പോൾ രണ്ടുപേരുടെയും മൊമെൻറ്റ് ഒരേ ഡയറക്ഷനാണ്, രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണ്. അങ്ങനെ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ത് വരും? 2M വരും. ഇപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി വന്നാലോ? അതായത് ഒരെണ്ണം ഇങ്ങനെയും വെച്ചു, ഒരെണ്ണം നമ്മൾ തിരിച്ചു വെച്ചു. അതായത് സൗത്ത് നോർത്ത്, ഇവൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഒരു ഡയറക്ഷൻ, ഇവിടെ സൗത്ത് നോർത്ത് തിരിച്ചു വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? M നെറ്റ് ഈസ് ഈക്വൽ ടു 2M cos 180/2. cos 180/2 cos 90. cos 90 0 ആയി പോകും. അപ്പോൾ ഒരു മാഗ്നറ്റ് നമ്മൾ ഒരു ഡയറക്ഷനിൽ സെറ്റ് ചെയ്തു, മറ്റേത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെറ്റ് ചെയ്താൽ രണ്ടുപേരുടെയും മാഗ്നറ്റിക് മൊമെൻറ്റ് ഈക്വൽ ആണെങ്കിൽ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് 0 എന്ന് വരും. ഡിഫറൻറ്റ് മാഗ്നറ്റ്യൂഡ് ആയിരുന്നെങ്കിൽ ഇവിടെ M1 + M2 വരും, ഇവിടെ M1 - M2 വരും. ഒക്കെ നിങ്ങൾക്ക് അറിയാം. ദെൻ പെർപെൻഡിക്കുലറായിട്ട് വരും. രണ്ടെണ്ണം പെർപെൻഡിക്കുലറായി വെച്ചു, സൗത്ത് നോർത്ത്, അതുപോലെ ഒരെണ്ണം വീണ്ടും സൗത്ത് നോർത്ത്. ഇപ്പോൾ ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റും ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി, 90 ഡിഗ്രി.
അങ്ങനെയാണെങ്കിൽ എം നെറ്റ് ഈസ് ഈക്വൽ എന്ത് കിട്ടും നമുക്ക്? എം നെറ്റ് ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു കോസ് 90/2. കോസ് 90/2 കോസ് 45 ഇറ്റ് ഈസ് √2 1/√2. 2m ഇൻറ്റു 1/√2 ദാറ്റ് ഈസ് √2m കിട്ടും. പെർപെൻഡിക്കുലറായി വെച്ചാൽ √2m വരും. ലൈക്ക് ഇപ്പോൾ ടി ഷേപ്പിൽ വെച്ചു, ഇങ്ങനെ ഒരു ടി ഷേപ്പിൽ വെച്ചാൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ ഒരു പ്ലസ് ഷേപ്പിൽ വെച്ചു, സൗത്ത് നോർത്ത്. ഈ കേസിൽ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്തായിരിക്കും? സെയിം √2m. ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ടി ഷേപ്പിൽ വെച്ചു എന്ന് പറയും. ടി ഷേപ്പിൽ വെച്ചാലും നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഒരാളുടെ ഇങ്ങോട്ടും വന്നാൽ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് √2m വരും. പെർപെൻഡിക്കുലറായിട്ട് വന്നാൽ √2m വരും. അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇനി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി പറയാൻ നോക്കൂ. ഇത് ഇങ്ങോട്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇങ്ങോട്ട്. ഇതാ ഒരു പ്രോബ്ലം ഞാൻ തരാൻ നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് മാഗ്നറ്റ് സൗത്ത് പോൾ നോർത്ത് പോൾ. വേറൊരു മാഗ്നറ്റ് ഞാനിത് എങ്ങനെ വെച്ചു? ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത്. ഈ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. എല്ലാ മാഗ്നറ്റിക് മൊമെൻറ്റ് M1 ഈക്വൽ ടു മാഗ്നറ്റൂടെ M ആണ്. എല്ലാ മാഗ്നറ്റൂടെ M2 അതും M തന്നെയാണ്. ഫൈൻഡ് ദ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. പറയട്ടെ, എന്ത് കിട്ടും നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ്? ഇതാ എം നെറ്റ് ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു കോസ്, അവർ തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി? ഫിഗറിലോട്ട് നോക്കൂ. കോസ് 60/2 കോസ് 30. സോ 2m ഇൻറ്റു കോസ് 30. കോസ് 30 എത്രയാ പറയൂ? √3/2. അപ്പോൾ നമുക്ക് √3m എന്നല്ലേ വരുന്നത്. ഇതാണോ ആൻസർ? ഒന്ന് നോക്കൂ. അല്ല, നിങ്ങളെ ഒന്ന് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതാ. നോക്കൂ, ഇവിടെ സൗത്ത് നോർത്ത് ഇങ്ങോട്ടല്ലേ ഡയറക്ഷൻ. ഇവിടെ നോക്കൂ, സൗത്ത് നോർത്ത് ഇങ്ങനെയല്ലേ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റുകളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണോ? അല്ല. അതായത് ഞാൻ ഈ ചെയ്തത് തെറ്റാണ്. ഈ പ്രോബ്ലത്തിൽ എം നെറ്റ് ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു കോസ്. നോക്കൂ, ഇത് 60 ആണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ആംഗിൾ 180. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 120 വരും. 120/2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു കോസ് 120/2 കോസ് 60 വരും അല്ലേ. കോസ് 60 എന്ന് പറയുമ്പോൾ 1/2. അപ്പോൾ ആൻസർ m തന്നെയല്ലേ വരിക. അപ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോകരുത്. ഇങ്ങനെ രണ്ട് മാഗ്നറ്റുകൾ വെച്ചു, എന്നിട്ട് ഈ ആംഗിൾ 60 ഡിഗ്രി കണ്ട ഉടനെ കയറി √3m കയറി ആൻസർ ചെയ്യരുത്. ഹിയർ ദ ആൻസർ ഈസ് m ബിക്കോസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറയുമ്പോൾ ഈ ആരോ മാർക്കും തമ്മിലുള്ള ആംഗിളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയല്ലോ? ഓക്കെ. ദെൻ വേറെ ഒന്ന് രണ്ട് അഡീഷണൽ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറയണം 3 മാഗ്നറ്റിക് നീഡിൽസ്, നമ്പർ 1, നമ്പർ 2, നമ്പർ 3, 3 എണ്ണം വെച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ മാഗ്നറ്റിക് മൊമെൻറ്റ് m, സെക്കൻഡ് വൺ ആൾസോ m, തേർഡ് വൺ ആൾസോ m. വാട്ട് ഈസ് ദ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ്? ക്ലോക്ക് വൈസ് ആയിട്ടാണ്. സൗത്ത് പോൾ നോർത്ത് പോൾ, സൗത്ത് പോൾ നോർത്ത് പോൾ, സൗത്ത് പോൾ നോർത്ത് പോൾ, ഇങ്ങനെ വെച്ചു. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് എൻട്രൻസ് ക്വസ്റ്റൻ ആണ്. സാധാരണ ഒരു ബേസ് ലെവൽ എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ. വാട്ട് ഈസ് ദ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ്? നിങ്ങൾ പറയൂ. ഈ 3 എണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോൾ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്തായിരിക്കും? 0. എങ്ങനെയാണ് കിട്ടിയത്? നോക്കൂ, ആദ്യത്തെ 2 പേരുടെ കാര്യം പറയും. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. ഇവർ തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? എം. ഇവർ തമ്മിലുള്ള ആംഗിൾ എല്ലാം ഈക്വലാണ്. എം 3 പേര് ഈക്വലാണ്. അപ്പോൾ ഈ ഉള്ളിൽ കിടക്കുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കേസിൽ ഈ ഫസ്റ്റ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും സെക്കൻഡ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഇതാണോ? അല്ല. നോക്കൂ, ആരോ മാർക്ക് ഇങ്ങോട്ട്, ഈ ആരോ മാർക്ക് ഇങ്ങോട്ട്. അപ്പോൾ ഇതല്ലേ ഇവർ തമ്മിലുള്ള ആംഗിൾ. ഇത് 120 ഡിഗ്രിയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇതാ ഇങ്ങനെയല്ലേ വരും. എമ്മും തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയാൽ അതിൻ്റെ റിസൾട്ടൻ്റ് ആരായിരിക്കും? എം അല്ലേ വരിക. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 2 വെക്ടറുകൾ, 2 പേരുടെ ഈക്വൽ മാഗ്നിറ്റ്യൂഡ്, അവർ തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയാൽ റിസൾട്ടൻ്റ് എന്തായിരിക്കും? എം ആയിരിക്കും. ഇനി നിങ്ങൾ ഈ തേർഡിലേക്ക് വാ. ഈ തേർഡ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇതാണ്ടോ, ഈ 2 പേരുടെ എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെൻറ്റ്, അതായത് ഇയാളുടെയും എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തത്. അത് എം തന്നെയാണ്, കാരണം ഈ ആംഗിൾ 120 ഡിഗ്രി ആയതുകൊണ്ട്. ഇനി മൂന്നാമത്തെ ആൾ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ എന്തുണ്ടായി? ഈ 2 പേരുടെ എഫക്റ്റീവ് മൂന്നാമത്തെ ആളുമായിട്ട് ക്യാൻസൽ ആവും. അതുകൊണ്ട് നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്തായിരിക്കും? 0. ഇത് വളരെ സിമ്പിളാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ ആയിട്ട് 3 പേരെ ഒരുമിച്ച് വെച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് തിരിച്ചു വന്നാൽ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്തായിരിക്കും? 0 ആണ്. ഇറ്റ്സ് ഓക്കെ. ശരിക്കും അതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. ഏതെങ്കിലും 2 പേരെ എടുത്താൽ അവർ തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയതുകൊണ്ട് 2 പേരുടെയും കൂടെയുള്ള എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെൻറ്റിനെ തേർഡിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാൻസൽ ചെയ്യും. ക്ലിയർ? ഇനി ഞാൻ പറയാം, ചെറിയൊരു മാറ്റം ഞാൻ വരുന്നു, ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്പർ 1,
നമ്പർ 2, നമ്പർ 3. എം 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 3 പേരുടെയും മാഗ്നറ്റിക് മൊമെൻറ്റ് എം ആണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിങ്ങനെ ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്തു, ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്തു, ആൻറ്റി ക്ലോക്ക് വൈസ്. പക്ഷേ ഒരെണ്ണം ക്ലോക്ക് വൈസ് സെറ്റ് ചെയ്തു, ഒരെണ്ണം മാത്രം തിരിഞ്ഞു. 3 പേരുടെയും മാഗ്നറ്റിക് മൊമെൻറ്റ് ഈക്വലാണ്. അപ്പോൾ നേരത്തെ ചെയ്യേണ്ട എന്താ, നമ്മൾ ആ യെല്ലോ കളറിലുള്ള ആളെ വീണ്ടും വരയ്ക്കുന്നു, പിന്നെ ഗ്രീൻ കളറുള്ള ആളെയും വരയ്ക്കുന്നു. ഗ്രീൻ ഇതാ, ഇവർ തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ നോക്കൂ, 120 ഡിഗ്രി അല്ലേ? കാരണം 3 പേരുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. അപ്പോൾ ഇറ്റ് ഷുഡ് ഫോം എ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എം. അപ്പോൾ ഇയാളുടെ എമ്മും തമ്മിലുള്ള എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെൻറ്റ് എത്ര കിട്ടും? നേരത്തെ ചെയ്തതുപോലെ ഈ തേർഡ് സൈഡ് കംപ്ലീറ്റ് ചെയ്താൽ പോരെ, ഇതല്ലേ? എമ്മും തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയത് കാരണം എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെൻറ്റ് എം ആയിരിക്കും. ആ എമ്മും നോക്കൂ, ഈ തേർഡ് എമ്മും എവിടേക്കാണ്? ഒരേ ഡയറക്ഷൻ അല്ലേ? അപ്പോൾ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇയാളുടെയും എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെൻറ്റ് എം, പിന്നെ ഈ മറ്റേ മാഗ്നറ്റിക് മൊമെൻറ്റും കൂടെ ചേർത്തു. അപ്പോൾ എമ്മും കൂടെ ചേർത്ത് കിട്ടും 2m എന്ന് വരും. അപ്പോൾ ട്രയാങ്കിൾ കണ്ട ഉടനെ കയറി 0 എന്ന് ആൻസർ ചെയ്യരുത്. ആ വെക്ടറുകളെ എങ്ങനെ ഓറിയൻറ്റ് ചെയ്തു കൂടെ നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എം ഒരെണ്ണം തിരിച്ചു വെച്ചു. അതായത് വെക്ടോറിയൽ പറയണമെങ്കിൽ വെക്ടർ m1 പ്ലസ് വെക്ടർ m2 മൈനസ് വെക്ടർ m2 m3 ഈക്വൽ 0. അപ്പോൾ ഓറിയൻറ്റേഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാവൂ. ഇവിടെ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ 2m ആണ്, പ്രൊവൈഡഡ് 3 പേരുടെയും മാഗ്നറ്റിക് മൊമെൻറ്റുകൾ ഈക്വൽ ആണെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ. തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൻ്റെ എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിരുന്നു കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്, നോട്ട് ചെയ്തോളൂ. എ മാഗ്നറ്റൈസ്ഡ് വയർ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് m of length L bend into a semicircle. What is the magnetic moment of the new arrangement? Question clear ആയോ? അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഒരാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ്, ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടായിരുന്നു. ആ ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റൈസ്ഡ് വയർ, സൗത്ത് പോൾ നോർത്ത് പോൾ, മാഗ്നറ്റിക് മൊമെൻറ്റ് m ആണ്, ലെങ്ത് L ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാൻ എല്ലാവർക്കും അറിയാം. മാഗ്നറ്റിക് മൊമെൻറ്റ് m ഈസ് ഈക്വൽ ടു p ഇൻറ്റു L, വേർ p ഈസ് ദ പോൾ സ്ട്രെങ്ത് ആൻഡ് L ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പോൾസ്. നമുക്ക് അറിയുന്ന ഇക്വേഷനാണ്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നൗ ഇറ്റ് ഈസ് ബെൻഡ് ഇൻ ടു ഫോം എ സെമി സർക്കുലർ ആർക്ക്. ഇങ്ങനെയാക്കി മാറ്റി. അപ്പോൾ ഇവിടെ സൗത്ത് പോൾ ഉണ്ട്, ഇവിടെ നോർത്ത് പോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സെപ്പറേഷൻ ബിറ്റ്വീൻ ദം നമുക്ക് ഈ ലെങ്ത് 6 എടുക്കാം. അപ്പോൾ ഈ ലെങ്ത് 6 എടുക്കാം, ഈ ലെങ്ത് 6 എടുക്കാം. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ പുതിയ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണണം. ഈ മാഗ്നറ്റൈസ്ഡ് വയറിനെ ബെൻഡ് ടു ഫോം എ സെമി സർക്കിൾ. വാട്ട് ഈസ് എ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദി ന്യൂ അറേഞ്ച്മെൻറ്റ്? നോക്കൂ, ഇവിടെ m' ഈസികൾ എന്ന് എഴുതാം. m' ഈസികൾ ടു പോളിൻ്റെ സ്ട്രെങ്ത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, p തന്നെ. പക്ഷേ L എന്തായിട്ട് മാറി? r പ്ലസ് r 2r ആയിട്ട് മാറി. എന്തുകൊണ്ടാണ് 2r എന്ന് വന്നത്? സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പോൾസ് ആണ് ഈ 2L എന്ന് പറഞ്ഞത്. ഇവിടെ അത് 2r ആണ്. അങ്ങനെയാണെങ്കിൽ m' ഈസ് ഈക്വൽ ടു p ഇൻറ്റു 2 ഇൻറ്റു r എന്ന് പറയുമ്പോൾ നമുക്കറിയാം L ലെങ്ത് ഉള്ള ആളെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. അപ്പോൾ L ഈസ് ഈക്വൽ ടു പൈ r എന്ന് എഴുതി കൂടെ. ലെങ്ത് L ഈസ് ഈക്വൽ പൈ r. അങ്ങനെയാണെങ്കിൽ ആറിന് പകരം നമുക്ക് L ബൈ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. അപ്പോൾ m' ഈസ് ഈക്വൽ ടു p ഇൻറ്റു 2 ഇൻറ്റു L ബൈ പൈ. കറക്റ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ദറ്റ് ഈസ് ഈക്വൽ 2 ടൈംസ് ഈ p ഇൻറ്റു L m ആണ്. അപ്പോൾ 2m ബൈ പൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് ഇപ്പോൾ ഞാൻ എഴുതി വെച്ച m' ഈസ് ഈക്വൽ ടു 2m ബൈ പൈ. ഇനീഷ്യലി മാഗ്നറ്റിക് മൊമെൻറ്റ് m ആയിരുന്നു. ഈ അറേഞ്ച്മെൻറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് m ആയിരുന്നു. ഈ അറേഞ്ച്മെൻറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് 2m ബൈ പൈ ആണ്. നോക്കൂ, 2 ബൈ പൈ എന്ന് പറഞ്ഞ നമ്പർ, 2 ബൈ പൈ എന്ന് പറഞ്ഞ ആ നമ്പർ ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ക്ലിയർ, ഇറ്റ് ഈസ് m' ഈസ് ലെസ് ദാൻ m. ഇപ്പോൾ പോൾ സ്ട്രെങ്ത് മാറാതെ ഈ ഒരു അറേഞ്ച്മെൻറ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾ യു ഷേപ്പുള്ള മാഗ്നറ്റൊക്കെ കണ്ടിരിക്കും. അപ്പോൾ അതിന് മാഗ്നറ്റിക് മൊമെൻറ്റിൽ ചേഞ്ച് വരും. ഒരു റോഡിനെ പിടിച്ച് നമ്മളൊരു യു ഷേപ്പിലോട്ടൊക്കെ മാറ്റിയാൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ചേഞ്ച് ആവും. ഇതാ കണ്ടോ, ഇവിടെ m' ഈസ് 2m ബൈ പൈ. അപ്പോൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. എ മാഗ്നറ്റൈസ്ഡ് വയർ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് m, ലെങ്ത് L, bend into form a semicircle. My question, what is the new magnetic moment of the arrangement? Before bending the magnetic moment m, it is p into L. After bending, the new magnetic moment m' is equal to 2m by pi. 2 by pi is less than 1. That's why m' is less than m. Clear അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ
ഇലക്ട്രിക് ഡൈപോൾ കേട്ടിട്ടില്ലേ എല്ലാവരും? ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടാക്കുന്ന ഫീൽഡ് കണ്ടുപിടിച്ച എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചിട്ടില്ലേ തോന്നുന്നു അല്ലേ? നോ ഇഷ്യൂ, ഇവിടെ പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ ഓൾറെഡി നമുക്ക് അറിയാമെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഈസിയാണ്. ജസ്റ്റ് നമ്മൾ ലെറ്റേഴ്സ് റീപ്ലേസ് ചെയ്താൽ മതി. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിന് പകരം മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കൊണ്ടുവരുന്നു, അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ പല ക്ലാസ്സുകളിലും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫിനിഷ് ആവാത്തത് കാരണം ഞാൻ അതിൻ്റെ ഡെറിവേഷൻ പാർട്ട് ചെയ്തു തരാം കേട്ടോ. നോക്കൂ, ഇതാ ഒരു ബാർ മാഗ്നറ്റ്. നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡിനെ കുറിച്ചാണ്. ഫീൽഡ് ഡ്യൂ ടു ബാർ മാഗ്നറ്റ്. ഇപ്പോൾ ഇതാ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എല്ലാവർക്കും അറിയാം. മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്, സൗത്ത് പോൾ ടു നോർത്ത് പോൾ. ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ ഇൻസൈഡ് മാത്രമല്ല, ഔട്ട്സൈഡ് മാത്രമല്ല, ഈ ഫീൽഡ് ലൈൻസ് എങ്ങനെയും പോകുന്നുണ്ട്, ഏതാ ഉള്ളിലൂടെയും പോകുന്നുണ്ട്. എല്ലാ ഫീൽഡ് ലൈൻസും ഉള്ളിലൂടെയും പോകുന്നുണ്ട്. ദേ ആർ കണ്ടിന്യൂസ് ലൈൻസ്. ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് മാത്രം കേട്ടോ, പാരലൽ ലൈൻസ് ആയിട്ട് വരും. അപ്പം നമുക്ക് ഈ ബാർ മാഗ്നറ്റിന് അകത്തുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ് ഇല്ല, കാരണം നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ യൂഷ്വലി ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ സോളിനോയിഡ് പോലെയല്ല, നമ്മൾ ഔട്ട്സൈഡ് ഫീൽഡാണ് മെയിൻലി പറയാറുള്ളത്. സോളിനോയിഡിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് കോയിലിന് അകത്തുള്ള ഫീൽഡിനെ കുറിച്ചാണ് നമ്മൾ പറയാം, μ0 ഇവിടെ നമ്മൾ അത് പറയാറില്ല, പകരം പുറത്തുള്ള ഫീൽഡാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അപ്പോൾ ഒരു പോയിന്റ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നു, എനിക്ക് ഇവിടെ ഒരു പോയിന്റ് വേണം. അതുപോലെ ഇപ്പോൾ ഇവിടെ ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു പോയിന്റ് വേണം, അല്ലെങ്കിൽ വേറൊരു പോയിന്റിൽ ഫീൽഡ് വേണം. ഫീൽഡ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എവിടെയാണോ ഫീൽഡ് വേണ്ടത് ആ പോയിന്റിൽ നമ്മൾ ആ ഫീൽഡ് ലൈന് ടാൻജൻറ്റ് വരയ്ക്കണം. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ആരോ മാർക്ക് ഇങ്ങോട്ട്. ഈ പോയിന്റിൽ വേറൊരു പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണോ ആ പോയിന്റിൽ നിങ്ങൾ എന്ത് വരയ്ക്കണം? ടാൻജൻറ്റ് വരയ്ക്കണം. ഇതാ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതാ ഇങ്ങോട്ട് ടാൻജൻറ്റ് വരയ്ക്കണം. അപ്പം നമ്മൾ മെയിൻലി നമ്മുടെ ഡിസ്കഷൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദ ബാർ മാഗ്നറ്റിൻ്റെ ആക്സിസിലുള്ള ഫീൽഡ് കാണാറുണ്ട്. പിന്നെ ടാൻ എ പൊസിഷനിലുള്ള ഫീൽഡ് എന്ന് പറയുക, ടാൻജൻറ്റ് എ, ടാൻ എ. അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ ലൈൻ ടാൻ ബി പൊസിഷൻ എന്ന് പറയും. അപ്പം നമുക്ക് ബാർ മാഗ്നറ്റ് ചുറ്റും ഫീൽഡ് എന്താക്കുന്നുണ്ട്, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു. യൂണിഫോം ഫീൽഡ് അല്ല, കാരണം ഈ എൻഡിലൊക്കെയാണ് ഫീൽഡ് ലൈൻസ് ക്രൗഡഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫീൽഡായിരിക്കും കൂടുതൽ സ്ട്രോങ് കമ്പയർഡ് ടു അതർ പോയിന്റ്സ്. അപ്പോൾ ഓർമ്മിക്കുക, ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാർ മാഗ്നറ്റ് ഈസ് എ നോൺ യൂണിഫോം ഫീൽഡ്. ഫീൽഡ് നിയർ ദ ends ഈസ് സ്ട്രോങ്ങർ കമ്പയർഡ് ടു അതർ പോയിന്റ്സ്. നോക്കൂ, ദിസ് പോയിന്റ് ഈസ് കാൾഡ് പോയിന്റ് അലോങ് ദി ആക്സിസ്, പോയിന്റ് ഓൺ ദി axial line or tan A position. This point is called tan B position or point on the equatorial line. ഓർമ്മിക്കുക, ഈ പോയിന്റിലെ ഫീൽഡ് സ്ട്രെങ്ത് അല്ല, ഈ പോയിന്റിലെ ഫീൽഡ് സ്ട്രെങ്ത് ദേ ആർ ഡിഫറൻറ്റ് ഫോർ ദ സെയിം ഡിസ്റ്റൻസ്. ഈ ദൂരവും നമ്മൾ സെയിം ആക്കിയാൽ പോലും എന്ത് സെയിം അല്ല? ഫീൽഡ് സ്ട്രെങ്ത് സെയിം അല്ല. അപ്പം നമ്മൾ ആദ്യം ഈ ആക്സിസിലെ ഫീൽഡ് പറഞ്ഞു തരും, ദെൻ ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡ് ഡിറൈവ് ചെയ്ത് തരും. പിന്നെ നമുക്ക് എനി പോയിന്റ്, ഏത് പോയിന്റ് വേണമെങ്കിൽ കാണാനുള്ള ടെക്നിക്കും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Okay, so keep it in mind, field produced by bar magnet is a non-uniform field. Field produced by magnet along its axis is greater than field produced by bar magnet along its equatorial line. പിന്നെ ഞാൻ പറഞ്ഞു, വേറെ ഏതെങ്കിലും പോയിന്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ പോയിന്റിൽ ഫീൽഡ് വരച്ചതിന് ശേഷം അവിടെ ടാൻജൻറ്റ് വരയ്ക്കണം കേട്ടോ. നമുക്ക് ആദ്യം ഏത് പോയിന്റ് ഡിസ്കസ് ചെയ്യാം? ആക്സിയൽ പോയിന്റ് കേട്ടോ. നോക്കൂ, യെസ്, bar magnet, its magnetic moment is m, direction south to north, length of the magnet you choose it as 12, half length L, remaining half length L. We want to find the field along the axis of a magnet, that is a point here P. The point P is at a distance r from the center of the magnet. At a distance r from the center of the magnet. Okay? Then, first of all, നിങ്ങൾ നോക്കി, ഈ പോയിന്റിൽ സപ്പോസ് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കും. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പോസിറ്റീവ് ചാർജ് എടുക്കുന്നു. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് ടുവേർഡ്സ് റൈറ്റ് സൈഡ്. നമ്മൾ അങ്ങനെയല്ലേ ചൂസ് ചെയ്യാറുള്ളത്? ആ പോയിന്റിലെ ഫീൽഡ് നമുക്ക് കൂളംസിലോ വെച്ച് 1/4πε0 × Q/r² എന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. ആർ എന്ന് പറയുമ്പോൾ ആ പോയിന്റിൽ നിന്ന് അവിടേക്കുള്ള ഡിസ്റ്റൻസ്. ഇവിടെ മാഗ്നറ്റിസമാണ്. പോസിറ്റീവ് ചാർജിന് പകരം ആരാണ്? നോർത്ത് പോളാണ്.
അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു നോർത്ത് പോൾ. ആദ്യം നമ്മൾ ആരുണ്ടാക്കുന്ന ഫീൽഡ് കാണുന്നു? നോർത്ത് പോൾ ഉണ്ടാക്കുന്ന ഫീൽഡ് കാണുന്നു. ഞാൻ അതിനെ ഇങ്ങനെ എഴുതുന്നു, ബി എൻ എഴുതാം. ഇറ്റ് ഈസ് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി ഡ്യൂ ടു ദ നോർത്ത് പോൾ ഈസ് ഈക്വൽ ടു 1/4πε0 ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇവിടെ μ0/4π. ഓക്കെ, അവിടെ ചാർജ് ആണ് ഇൻറ്റു Q/r², ഇവിടെ P/r². ആർ എന്ന് പറയുമ്പോൾ അവിടേക്കുള്ള ഡിസ്റ്റൻസ്, നോർത്ത് പോളിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് R1 എടുക്കാം, R1². നോർത്ത് പോളിൽ നിന്നും അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്, R1 എടുക്കാം, R1. സോ ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു നോർത്ത് പോൾ BN ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു കമോൺ P ഡിവൈഡർ ബൈ R. R1 എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലേ? ഈ ഡിസ്റ്റൻസ് കിട്ടാൻ നമുക്ക് R അല്ലേ ആകെയുള്ള ലെങ്ത്, R മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ, R മൈനസ് എൽ ഡി ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. ഇതിൻ്റെ ഡയറക്ഷനും കൂടെ നിങ്ങൾ ഓർമ്മിക്കണം. ഈ ഡയറക്ഷൻ എവിടേക്കാണ്? നോർത്ത് പോൾ ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലോട്ടായിരിക്കും, ഇവിടുന്ന് അങ്ങോട്ട്. ഓക്കെ, എലോങ് ഞാനിപ്പോൾ ഇവിടെ എ എന്നും ഇവിടെ ബി എന്നും മാർക്ക് ചെയ്താൽ എലോങ് ബി പി. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് എക്സും അതുപോലെ വൈയും ആക്കി എടുക്കുകയാണെങ്കിൽ എലോങ് എക്സ് ആക്സിസ് എന്ന് പറയും, എലോങ് എക്സ് ആക്സിസ്. ഡൗട്ടില്ലല്ലോ? ദെൻ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെയിം പോയിന്റ് ഡ്യൂ ടു സൗത്ത് പോൾ എന്താ വരിക? സൗത്ത് പോൾ ഇവിടുന്ന് ദൂരം കൂടുതലാണ് ഇവിടേക്ക് അല്ലേ? സൗത്ത് പോൾ ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ന് പറയുമ്പോൾ μ0/4π ഇൻറ്റു, ആക്ച്വലി ഇത് കൂളംസ് ലോ പോലെയുള്ള ഒരു ലോ കേട്ടോ, μ0/4π ഇൻറ്റു പി എന്ന് പറയുമ്പോൾ ഇതാ നെഗറ്റീവ് പോളാണ്, ഇയാളാണ് പി, ബൈ ആർ എന്ന് പറയുമ്പോൾ അവിടേക്കുള്ള അകലം നമുക്ക് R2² എന്ന് കൊടുക്കാം, R2². ഓർ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു സൗത്ത് പോൾ ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു കമോൺ പി ഡിവൈഡർ ബൈ, ഇതാ നോക്ക്, ഈ ലെങ്ത് R ആണ്, പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ആരെ കൂടെ ആഡ് ചെയ്യുന്നു? എല്ല് കൂടെ. അപ്പം നമുക്ക് എന്ത് കിട്ടും? R പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. ഇനി നിങ്ങൾ പറയൂ, സൗത്ത് പോൾ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് പോലെയാണ്, അപ്പോൾ അയാൾ ഉണ്ടാക്കുന്ന ഫീൽഡ് അയാളുടെ അടുത്തേക്കായിരിക്കും. ഓക്കെ, അതായത് എലോങ് ഏത് ഡയറക്ഷനാണ്? എലോങ് നമുക്കൊരു കാര്യം പറയാം, PB തിരിച്ചാണ്. നോർത്ത് പോൾ ഉണ്ടാക്കിയത് റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ സൗത്ത് പോൾ ഉണ്ടാക്കിയത് ലെഫ്റ്റ് സൈഡിലോട്ടാണ്. ആരുടെ ആയിരിക്കും കൂടുതൽ സ്ട്രോങ്? നോ ഡൗട്ട്, കാരണം നോർത്ത് പോളല്ലേ അടുത്തിരിക്കുന്നത്. നോർത്ത് പോൾ അടുത്തായത് കാരണം നോർത്ത് പോൾ ഉണ്ടാക്കിയ ഫീൽഡ് ആയിരിക്കും കൂടുതൽ സ്ട്രോങ്. അപ്പോൾ നെറ്റ് ഫീൽഡ് എവിടെയൊക്കെ ആയിരിക്കും? നെറ്റ് ഫീൽഡ് കിട്ടാൻ വലിയ ഫീൽഡിൽ നിന്ന് ചെറിയ ഫീൽഡ് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ നെറ്റ് ഫീൽഡ് ആരുടെ ഡയറക്ഷനിലായിരിക്കും? നോർത്ത് പോൾ ഉണ്ടാക്കിയ ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും നെറ്റ് ഫീൽഡ്, കാരണം അതാണ് കൂടുതൽ സ്ട്രോങ്. ഇനി നെറ്റ് ഫീൽഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഫീൽഡുകളും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യും? നെറ്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു, വെക്ടോറിയലി പറയുമ്പോൾ നമുക്കറിയാം നോർത്ത് പോൾ ഉണ്ടാക്കിയ ഫീൽഡ് പ്ലസ് സൗത്ത് പോൾ ഉണ്ടാക്കിയ ഫീൽഡ് രണ്ടും കൂടെ ആഡ് ചെയ്യണം. നമ്മളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുമ്പോൾ എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു കമോൺ പി ഡിവൈഡർ ബൈ R മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ. മൈനസ് എന്തുകൊണ്ടാണ് മൈനസ് സൈൻ ഇടുന്നത്? നോക്കൂ, ഇയാളുടെ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് ചൂസ് ചെയ്താൽ ഇയാളുടെ ഡയറക്ഷൻ നെഗറ്റീവ് അല്ലേ, അതുകൊണ്ടാണ് മൈനസ് സൈൻ വരുന്നത്. ദാറ്റ് ഈസ് μ0/4π കോമൺ ആണല്ലോ, രണ്ടിലും ഉണ്ട്. μ0/4π ഇൻറ്റു പി ഡിവൈഡർ ബൈ R പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ. ഇവിടെ മൈനസ് സൈൻ വന്നതിന് കാരണം മനസ്സിലായല്ലോ. വെക്ടോറിയലി നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്യണം, പക്ഷേ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ഒരെണ്ണം എവിടേക്കാണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റത്, അതുകൊണ്ടാണ് അവിടെ മൈനസ് സൈൻ വന്നത്. ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? യെസ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഇതാ നെറ്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു ആര് കോമൺ ആണ്? μ0/4π കോമൺ ആണ്. μ0/4π ഇൻറ്റു പിയും കോമൺ ആണ്. ബാക്കി എന്താ വരുന്നത് നിങ്ങൾ നോക്കൂ, എന്താ വരുന്നത്? 1/R മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 1/R പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ. നെറ്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു പി ഇൻറ്റു A² മൈനസ് B². അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മൈനസ് ആണ്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മൈനസ് ആണ്.
ആർ മൈനസ് എൽയുടെ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എൽയുടെ ഹോൾ സ്ക്വയർ വരും. ന്യൂമറേറ്ററിൽ ആർ പ്ലസ് എൽയുടെ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എൽയുടെ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു പി ഇൻറ്റു കമോൺ ഡിനോമിനേറ്ററിൽ എന്ത് വരും? ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ബൈ ന്യൂമറേറ്ററിൽ എന്താ വരിക? ആർ പ്ലസ് എൽ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് 2RL പ്ലസ് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ മൈനസ് 2RL പ്ലസ് എൽ സ്ക്വയർ. അപ്പോൾ ആർ സ്ക്വയറും എൽ സ്ക്വയറും പോയാൽ നമുക്ക് 2RL 4RL എന്ന് വരും ന്യൂമറേറ്ററിൽ. ശരിയല്ലേ? അതെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ μ0/4π ഇൻറ്റു 2 ഇൻറ്റു പി ഇൻറ്റു ആർ ഇൻറ്റു 12 ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? ഈ 4 നമ്മൾ 2 ഇൻറ്റു 2 സ്പ്ലിറ്റായി എഴുതി. എന്തിനാ അറിയോ അത്? ഈ പി ഇൻറ്റു 12 ആരാ? പി ഇൻറ്റു 12 പോൾ സ്ട്രെങ്ത് ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പോൾസ്. ഇവിടെ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പോൾ എൽ പ്ലസ് എൽ 12 ആണല്ലോ. ഈ പി ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ എം ആണ് മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നോക്കൂ. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു 2PR. 2P. P into 12 is M. So 2MR by 2MR divided by R square minus L square the whole square. This is the equation for net magnetic field at P. ഈ പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു ഫീൽഡ് അലോങ് ദി ആക്സിസ് ഓഫ് ദ മാഗ്നറ്റ്. ആക്സിസിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് നോക്കൂ. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്താ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലുള്ള ഫീൽഡ് എവിടേക്കായിരിക്കും? നിങ്ങൾ നോക്കൂ. ആ പോയിന്റിലുള്ള ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചാൽ ആ ഫീൽഡിൻ്റെ ഡയറക്ഷനും എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. നെറ്റ് ഫീൽഡ്. എന്തുകൊണ്ടാണ് നെറ്റ് ഫീൽഡ് അങ്ങോട്ടായത്? നോർത്ത് പോൾ ഉണ്ടാക്കിയ ഫീൽഡ് കൂടുതൽ സ്ട്രോങ് ആയിരുന്നു ആരുമായി കമ്പയർ ചെയ്യുമ്പോൾ? സൗത്ത് പോൾ ഉണ്ടാക്കിയ ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നെറ്റ് ഫീൽഡ് അങ്ങോട്ട് വന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റും കൂടെ പറഞ്ഞുതരാം. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടല്ലേ? ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡും അതേ ഡയറക്ഷൻ അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്? ബാർ മാഗ്നറ്റ് തൻ്റെ ആക്സിസിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെന്റിന് പാരലൽ ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാർ മാഗ്നറ്റ് along its axis is parallel to its magnetic moment. അപ്പോൾ നിങ്ങൾ അത് ഇവിടെ മാത്രമാണോ വെച്ചാൽ ഇവിടെ നിങ്ങൾ നെറ്റ് ഫീൽഡ് കണ്ടാലും ഫീൽഡ് അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ബാർ മാഗ്നറ്റിൻ്റെ ആക്സിസിൽ നിങ്ങൾ ഏത് പോയിന്റ് വേണമെങ്കിൽ ചൂസ് ചെയ്തോളൂ. ഫീൽഡ് എവിടെയൊക്കെ ആയിരിക്കും? ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡും ഒരേ ഡയറക്ഷനാണ്. ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ഇറ്റ്സ് മാഗ്നറ്റിക് മൊമെൻറ്റ് ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0 ഡിഗ്രി. കേട്ടോ, ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. ഇനി ഞാനൊരു സ്പെഷ്യൽ കേസ് കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മളൊരു ഐഡിയൽ മാഗ്നറ്റ് എടുക്കുന്നു. ഐഡിയൽ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ഈ 12 എന്ന് പറഞ്ഞ ലെങ്ത്. അതായത് ലെങ്ത് കുറവുള്ള മാഗ്നറ്റുകളെയാണ് നമ്മൾ ഐഡിയൽ മാഗ്നറ്റ് എന്ന് പറയും. ലെങ്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ, ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ വരിക? That is equal to μ0/4π into 2mr divided by r square all square എന്ന് വരും. കാരണം നമ്മൾ ഈ എല്ലിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി എന്താക്കി? 0 ആക്കി. അപ്പോൾ ആർ സ്ക്വയർ ഓൾ സ്ക്വയർ r⁴ എന്നായില്ലേ? ഒരു ആറും ക്യാൻസൽ ആവും. അപ്പോൾ B is equal to μ0/4π into 2m/r³. വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഇത് നേരത്തെ നമ്മൾ സോളിനോയിഡിൻ്റെ കേസിൽ ഡിറൈവ് ചെയ്തിരുന്നു ഈ സെയിം ഇക്വേഷൻ. B is equal to μ0/4π into 2m/r³. This is the field produced by bar magnet along its axis. ഞാൻ പറഞ്ഞല്ലോ ഈ ബാർ മാഗ്നറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആ ബാർ മാഗ്നറ്റിൻ്റെ റൈറ്റ് സൈഡ് ആയാലും ലെഫ്റ്റ് സൈഡ് ആയാലും ഫോർ ദ സെയിം ഡിസ്റ്റൻസ് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? μ0/4π into 2m/r³ ആണ്. ആ ഫീൽഡ് ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിന് പാരലൽ ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലും. ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടാക്കുന്ന ഫീൽഡ് അലോങ് ഇറ്റ്സ് ആക്സിസ് ഈസ് പാരലൽ ടു ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്.
ഇവിടെ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാർ മാഗ്നറ്റ് അലോങ് ഇറ്റ്സ് ആക്സിസ് ഈസ് പാരലൽ ടു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കേട്ടോ. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നോക്കൂ, ബാർ മാഗ്നറ്റിന് ആക്സിൽ പോയിന്റ് പി എടുത്തു. ഈ പോയിന്റിനെ നമ്മൾ എന്ത് പോയിന്റ് എന്ന് പറയും? പോയിന്റ് അലോങ് ദി ആക്സിസ്. വേറൊരു പേര് എൻഡ് ഓൺ പൊസിഷൻ എന്ന് പറയും. എൻഡ് ഓൺ പൊസിഷൻ എന്ന് പറയും. മാത്തമാറ്റിക്കലി വേറെ ഒന്നുകൂടെ പറയാറുണ്ട്, ടാൻജൻറ്റ് എ പൊസിഷൻ എന്ന് പറയും. ടാൻ എ പൊസിഷൻ. ടാൻ എ പൊസിഷനിലുള്ള ഫീൽഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എവിടെയുള്ള ഫീൽഡാണ് കാണേണ്ടത്? ആക്സിസിലുള്ള ഫീൽഡാണ് കാണേണ്ടത്. ഇതാ നിങ്ങൾ നോക്കൂ, 6 ഡിസ്റ്റൻസ് അകലുള്ള ഫീൽഡ് കണ്ടു. 6 ഡിസ്റ്റൻസ് അകലുള്ള ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പുറത്തോട്ട് പോയ ഫീൽഡ് ലൈന് ടാൻജൻറ്റ് വരച്ചു കൊടുത്താൽ മതി. ആ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, μ0/4π × 2m / r³. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തോ. ഈ പോയിന്റിലെ ഫീൽഡ് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? ഇറ്റ്സ് അഗെയിൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഈ ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും എന്ത് തന്നെ വരും? μ0/4π × 2m / r³. പ്രൊവൈഡഡ് ഈ ഡിസ്റ്റൻസും അതുപോലെ ഈ ഡിസ്റ്റൻസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലായാലും ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കൂ. That is in the direction of the magnetic moment. That's why field produced by bar magnet along its axis is called parallel field. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഡെറിവേഷൻ നമ്മൾ കഴിഞ്ഞു. ദെൻ നമുക്ക് ഇനി ഡിറൈവ് ചെയ്യേണ്ടത് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാർ മാഗ്നറ്റ് അലോങ് ഇറ്റ്സ് ഇക്വറ്റോറിയൽ ലൈൻ കാണണം. അതുപോലെ തന്നെ ജനറൽ എക്സ്പ്രഷനും വേണം. അത് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഡെറിവേഷൻ എഴുതി പഠിച്ചോളൂ. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഓൾറെഡി ഡിറൈവ്ഡ് ആയതുകൊണ്ട് ഈ ചാപ്റ്ററിൽ NCERT ബുക്കിൽ ഇത് ഡിറൈവ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ഡിറൈവ് ചെയ്ത് പഠിക്കണം. മേ ബി ബോർഡ് എക്സാമിന് നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഡെറിവേഷൻ വളരെ കൃത്യമായി എഴുതി പഠിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ ഇക്വറ്റോറിയൽ ലൈനിൽ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും അത്. അതുവരെ ബൈ.